Hi dear students, welcome to RJ's physics classes. Magnetism and matter. Magnetism and matter inde കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കേ, അതിൽ ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ മൊമെന്റ്, ടോർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കേ, സോ ഫീൽഡ് ഡ്യൂ ടു എ മാഗ്നറ്റിക് ഡൈപോൾ അതിൻ്റെ ടോപ്പിക്കിൽ നിന്ന് നമ്മളുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബുക്കും പെന്നും റെഡി ആയിട്ടുണ്ടാവുമല്ലോ. സോ ബുക്കും പെന്നും എടുത്ത് ഫിസിക്സിൻ്റെ ലോകത്തിലൂടെ മാത്രം കുറച്ച് സമയം നമുക്ക് സഞ്ചരിക്കാം. ഓക്കെ, സോ ഇലക്ട്രിക് ഡൈപോളും മാഗ്നറ്റിക് ഡൈപോളും തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ നടത്തിയിരുന്നു. അപ്പം നമുക്ക് കിട്ടിയ ഐഡിയ എങ്ങനെയാണ്? ഈ ആക്സിയൽ, that is 1/4 pi epsilon 0 2p by r cube. E equatorial 1/4 pi epsilon 0 p by r cube. ഇതേപോലെ B axial, it is mu 0 by 4 pi mu 0 divided by 4 pi 2m divided by r cube. B equatorial mu 0 by 4 pi m divided by r cube. ഈ രണ്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള കോമൺ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ജനറൽ ഇക്വേഷൻ ആണ് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ ഈസ് P by 4 pi epsilon 0 r cube into root of 1 plus 3 cos square theta. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ഈ ആക്സിയലും കിട്ടും, ഈ ഇക്വറ്റോറിയലും കിട്ടും. In the case of ഈ ആക്സിയൽ theta equal to 0 degree. സോ ഇവിടെ cos 0 വരുമ്പോൾ അത് 1 വരും. 1 plus 3 4 into root 2. സോ 2p by r cube ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. ഇക്വറ്റോറിയൽ ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് പോണതാണ്. സോ തീറ്റ ഈസ് 90 ഡിഗ്രി, കോസ് 90 ഈസ് 0, കോസ് 90 0 ആണ്, അതുകൊണ്ട് ആ ടേം 0 ആയി പോവും. റൂട്ട് 1. സോ ആൻസർ ഈസ് 1/4 pi epsilon 0 p by r cube. ഇതേപോലെ ഫീൽഡ് ഡ്യൂ ടു എ മാഗ്നറ്റിക് ഡൈപോളും നമുക്കൊരു കോമൺ ഇക്വേഷൻ ഉണ്ടാക്കാം. mu 0 by 4 pi m divided by r cube into root of 1 plus 3 cos square theta. m by r cube into 1 plus 3 cos square theta. Okay, this is the general equation. സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ അതിൻ്റെ ആൻസർ കിട്ടും എന്നുള്ളത് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ആക്സിയൽ ലൈൻ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി, ഇക്വറ്റോറിയൽ ലൈൻ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ക്ലിയർ? ഇനി ഇന്നത്തെ ടോപ്പിക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അറിയണ കുട്ടിക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ദ ഇമാജിനറി ലൈൻസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ഇലക്ട്രിക് ഫീൽഡ്സ്. നൗ വി റിക്വയർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. Magnetic field lines. Electric field lines are the imaginary lines used to represent electric fields. Magnetic field lines are the imaginary lines used to represent magnetic fields. Magnetic ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. They are the imaginary lines. എന്തിന്? Used to represent magnetic fields. Okay, then what are its properties? എന്തൊക്കെയായിരിക്കും magnetic field lines ന്റെ properties? What are the properties of magnetic field lines? Very simple. They are continuous curves. They are continuous curves. ഒന്നാമത്തെ, tangent at any point will give direction of magnetic field at that point, or they are continuous curves. രണ്ടാമത്തെ, tangent at any point will give direction of field at that point. Density will give strength of field at that region.
density at that point will give strength of field at that region. Okay, in uniform field they are parallel. In uniform field they are parallel. Clear alle? Two field lines will never intersect. If they intersect at that point, field has two direction. That is impossible. ഈ പറഞ്ഞ സമയത്ത് ഒരു സ്ഥലത്ത് ഞാൻ മാഗ്നറ്റിക് എന്നുള്ള വാക്ക് യൂസ് ചെയ്തില്ല. എന്തുകൊണ്ടാ? മാഗ്നറ്റിക് എന്നുള്ള വാക്ക് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാഞ്ഞ്? സിമ്പിൾ. അത് ഇലക്ട്രിക്കിനും കിട്ടും, മാഗ്നറ്റിക്കിനും കിട്ടും. രണ്ടിനും ഒരേപോലെ യൂസ് ചെയ്യാം. ഓക്കെ, സോ ദേ ആർ കണ്ടിന്യൂസ് കർവ്, valid for both electric and magnetic field lines. Tangent at any point will give direction of field at that point. Density or relative closeness will give strength of field at that region. In uniform field they are parallel. Two field lines will never intersect. If they intersect at that point, field has two directions. That is impossible. Okay, so up to this, common to both electric and magnetic field lines. Is it clear? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി what are the differences between electric field lines and magnetic field lines? Very simple. Electric field lines are open curves and magnetic field lines are closed curves. Electric field lines are open curves and magnetic field lines are closed curves. Okay, so differences between electric field lines and magnetic field lines. രണ്ടെണ്ണം ഓൾറെഡി പറഞ്ഞു, രണ്ടെണ്ണം പറഞ്ഞില്ല, ഒന്ന് പറഞ്ഞു. എന്താണ്? Electric field lines are open curves and magnetic field lines are closed curves. Electric field lines are open curves and magnetic field lines are closed curves. വളരെ സിമ്പിൾ ആണത് പറയാൻ. Electric field lines start from positive, ends at negative. So they are open curves. Electric field lines പോസിറ്റീവ് എന്ന് സ്റ്റാർട്ട് ചെയ്യും, നെഗറ്റീവിൽ അവസാനിക്കും എന്ന് പറഞ്ഞാൽ they are open curves. Magnetic field lines are closed curves. Outside the magnet they are from north to south and inside they are from south to north. Outside the magnet they are from north to south and inside they are from south to north. So magnetic field lines are closed curves, electric field lines are open curves. Okay, electric field lines open curveകളാണ്, magnetic field lines closed curveകളാണ്. Outside the magnet field lines are from north to south, inside field lines are from south to north. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പഠിച്ച കുട്ടിക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫ്രീ അല്ലേ? അവർ കണ്ടിന്യൂസ് ആണ്. ടാൻജന്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരും, ഡെൻസിറ്റി സ്ട്രെങ്ത് തരും. യൂണിഫോം ഫീൽഡിൽ അവർ പാരലാണ്. രണ്ട് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. ദേ ആർ കണ്ടിന്യൂസ്. ടാൻജന്റ് വിൽ ഗീവ് ഡയറക്ഷൻ ഓഫ് ഫീൽഡ്, ഡെൻസിറ്റി വിൽ ഗീവ് സ്ട്രെങ്ത് ഓഫ് ഫീൽഡ്. ഇൻ യൂണിഫോം ഫീൽഡ് ദേ ആർ പാരലൽ. Two field lines will never intersect. If they intersect at that point, field has two directions. That is impossible. Idea clear? Okay, and two extra points are there. Magnetic field lines are closed curves. Outside the magnet they are from north to south and inside they are from south to north. Got it? The next one is magnetic flux. Magnetic flux. Can you say what was electric flux or what is electric flux? They are the number of field lines passing normal to the surface. They are the number of field lines passing normal to the surface. Same definition here. They are the number of field lines passing normal to the surface. We are not specifying whether the field lines are electric or magnetic. Okay, we are not at all saying whether it is electric or magnetic. We are saying only the number of field lines passing normal to the surface. It may be electric, it may be magnetic, no problem. Okay, so they are the number of field lines passing normal to the surface. Expression for electric flux was surface integral E dot ds.
മുന്നേ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞാൻ വാസ് യൂസ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. ഫീൽഡ് ഡെഫിനേഷൻ എപ്പോഴും സെയിം ആണ് വരിക. അപ്പം അങ്ങനെ വാസ് എന്നുള്ള ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ടാണ് ആ വാസ് എന്നുള്ളത് പറഞ്ഞത്. ഓക്കെ, ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് സർഫസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ആൻഡ് വാട്ട്സ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്? എന്തോ പറഞ്ഞിരുന്നല്ലോ അല്ലേ. ഇലക്ട്രിക് ഫ്ലക്സിന് എന്തോ ഒരു സുന്ദരമായ യൂണിറ്റ് ഉണ്ടെന്നും അത് നമ്മളെപ്പോഴും മറക്കുന്നു, എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നൊക്കെ പണ്ട് പറഞ്ഞതായിട്ട് ഓർക്കുണ്ടാവുന്ന പ്രതീക്ഷിക്കണം. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. Volt meter is the unit of electric flux. Very similar to this, unit of magnetic flux is, equation for magnetic flux is surface integral B dot dA. Expression for magnetic flux is integral or surface integral B dot dA. Expression for electric flux is surface integral E dot ds. In the case of electric flux, we used electric field. In the case of magnetic flux, we are using magnetic field. Here ds is a surface area and dA is area, both are same. Okay, so expression for magnetic flux is surface integral B dot dA, or simply magnetic flux equal to BA. Unit of magnetic flux is Weber. Unit of magnetic field is Tesla. Unit of area is meter square. So Tesla equal to Weber per meter square. Unit of magnetic flux is Tesla or Weber per meter square. Magnetic flux has another unit, Gauss, denoted by G. 1 Tesla is equal to 10 raised to 4 Gauss. 1 Tesla equal to 10 raised to 4 Gauss. Idea clear? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. Okay, so 1 Tesla is equal to 10 raised to 4 Gauss. So Tesla is one unit, Gauss is another unit, Weber per meter square is another unit. There are 3 units for magnetic field. Weber is a unit of magnetic flux, Tesla is a unit of magnetic field, and unit of area is meter square. Clear alle? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. Okay, so magnetic field ന് പുതിയൊരു യൂണിറ്റ് കിട്ടി, Weber per meter square. Clear? Okay, and the next one is Gauss' theorem. Gauss' theorem in magnetism. Gauss' theorem. Okay, what is Gauss' theorem in electrostatics? Surface integral of electric field over a closed surface is equal to 1 by epsilon 0 times net charge enclosed. Surface integral of electric field over a closed surface is equal to 1 by epsilon 0 times net charge enclosed. Surface integral of electric field over a closed surface is equal to 1 by epsilon 0 times net charge enclosed. This was Gauss' theorem in electrostatics. And Gauss' theorem in magnetism will be surface integral B dot dA equal to 0. This is Gauss' theorem in magnetism. So we can easily define it. Surface integral of magnetic field over a closed surface is equal to 0. Karanam, because magnetic monopoles does not exist. Magnetic monopoles does not exist. Magnetic monopoles does not exist. Okay, surface integral of magnetic field over a closed surface
is equal to 0 since magnetic monopoles does not exist. മാഗ്നറ്റിക് മോണോപോൾ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ 0 വരും. ഇതേ സ്റ്റൈലിലാണ് ഗോസ് തിയറം പറയണമെങ്കിൽ, മാഗ്നറ്റിസം പറയണമെങ്കിൽ സർഫസ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എ ഈക്വൽ ടു μ0 ടൈംസ് പോൾ സ്ട്രെങ്ത് എന്നാണ് പറയേണ്ടത്. 1/ε0ക്ക് പകരം മ്യൂ. അതാണല്ലോ നമ്മൾ പഠിച്ച ടേബിൾ. ഓക്കെ, സോ μ0 ടൈംസ് പി എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ നമുക്കറിയാം, ഇഫ് വി ആർ ബ്രേക്കിംഗ് എ മാഗ്നറ്റ്, ഈച്ച് പീസ് വിൽ ആക്ട് ആസ് എ കംപ്ലീറ്റ് മാഗ്നറ്റ്. അല്ലേ, ഒരു മാഗ്നറ്റിനെ ബ്രേക്ക് ചെയ്താൽ ഈച്ച് പീസ് വിൽ ആക്ട് ആസ് എ കംപ്ലീറ്റ് മാഗ്നറ്റ് എന്നാണ്. അങ്ങനെ വരുമ്പോൾ അതൊരു ചെറിയ കൺഫ്യൂഷൻ. ഞാൻ ഈ ടോപ്പിക്കിൽ നിന്ന് ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പം ഇതൊരു മാഗ്നറ്റ് ആണെങ്കിൽ ഇത് കട്ട് ചെയ്താൽ രണ്ട് പീസും മാഗ്നറ്റായിട്ട് മാറും. അപ്പോൾ ഈ സൈഡ് നോർത്തും ഈ സൈഡ് സൗത്തും ആണെങ്കിൽ ഇവിടെ കട്ട് ചെയ്താൽ നമ്മൾ അറിയാണ്ട് ചിന്തിക്കുന്ന ഒരു സംഭവമുണ്ട്, ഇവിടെ എന്ത് പോള് വരും, ഇവിടെ എന്ത് പോള് വരും. ഓക്കെ, അതിൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേറൊരു സംഭവം കൂടി ഉണ്ട്. ചിലപ്പോൾ നമ്മളെ വീട്ടിലൊരു മാഗ്നറ്റ് വീണ് പൊട്ടിയിട്ടുണ്ടാവും എന്തെങ്കിലും കാരണത്താൽ. സ്വാഭാവികമായിട്ടും നമ്മളൊരു കാര്യം ഊഹിച്ചു, ഒരു സൈഡ് ഇപ്പം ഇത് നോർത്താണ്, ഇവിടെ സൗത്താണ്. ഓക്കെ, അതേമാതിരി ഇത് സൗത്ത് ആണെങ്കിൽ ഇപ്പുറത്ത് നോർത്താണ്, അവർ തമ്മിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഈ പറഞ്ഞതിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. മാഗ്നറ്റിക് മോളിക്യൂൾസിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അവർ കുറേ ഡൊമൈൻസ് ആയിട്ടാണ് ഇരിക്കുന്നത്. കെമിസ്ട്രിയാണ് അതൊന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ഫെറോ മാഗ്നറ്റിസത്തിന് ഡൊമൈൻ സ്ട്രക്ചർ ആണുള്ളത്. ഈ ഡൊമൈൻസ് ആണ് ആക്ച്വലി ബ്രേക്ക് ആവുന്നത്, അല്ലാണ്ട് ഒരു മോളിക്യൂളിൻ്റെ നടുവിൽ ബ്രേക്ക് ആവില്ല എന്ന് ഉറപ്പല്ലേ. സോ ആ ഒരു ഡൊമൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഇതിനെ മൊത്തത്തിൽ ഒരു ടിൽറ്റിങ് വന്നേക്കാം. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ മോളിക്യൂൾസ് അല്ലേ. ഈ മോളിക്യൂൾസ് ഒക്കെ എന്താണ്, മൂവബിൾ ആയിട്ടുള്ള സംഭവമാണ്, കാരണം മെറ്റലാണ്. ഓക്കെ, ഈ മോളിക്യൂൾസ് മൂവ് ചെയ്യണ സമയത്ത് ആ ഡൊമൈൻസ് മൊത്തത്തിലൊന്ന് തിരിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പോൾസ് ചേഞ്ച് ചെയ്തേക്കാം. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. എല്ലായ്പ്പോഴും മാഗ്നറ്റ് പൊട്ടിയാൽ അത് ഒന്നിച്ച് ചേരില്ല എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചേരും, നമ്മളെ പയ്യൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ചേരില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ വരുന്നത് ഈ ഡൊമൈൻസിൻ്റെ മൂവ്മെൻ്റ് കൊണ്ട് അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൊണ്ടാണ്. അപ്പോൾ അത് പൊട്ടിക്കണ സമയത്ത് ആ മാഗ്നറ്റിക് ഡൊമൈൻസിൻ്റെ സെൻട്രലല്ല അതൊരിക്കലും കട്ടാവുക, ഡൊമൈൻ തിരിയുക ചെയ്യാം. അങ്ങനെ തിരിയുമ്പോൾ ചിലപ്പോൾ പോൾ എന്ത് ചെയ്തേക്കാം, മാറ്റം വന്നേക്കാം. ഓക്കെ, വളരെ ചെറിയ സംഭവമല്ലേ, മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അത്രയും ചെറുതാണ്. അപ്പം അതിൻ്റെ മൂവ്മെൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ സിമിലർ പോൾ അടുത്ത് വരാൻ സാധ്യത ഉണ്ട്. പക്ഷെ അപ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, എന്താണ്, രണ്ട് പോളായിട്ടാണ് തിരിയുക, അല്ലാണ്ട് ഒറ്റ പോള് കട്ടായിട്ട് ഒരു പോൾ ഒരു സൈഡിലും അടുത്ത പോൾ അടുത്ത സൈഡിലും ഇങ്ങനെ ഒരു കേസ് ഒരിക്കലും ഉണ്ടാവില്ല. സോ ഇൻഡിവിജ്വൽ ചാർജിൻ്റെ സ്ട്രെങ്ത് ആണ് ഇവിടെ പറയണത്. അപ്പോൾ ഇവിടെ പറയേണ്ടിയിരുന്നത് ഇൻഡിവിജ്വൽ പോളിൻ്റെ സ്ട്രെങ്ത് ആണ്. ഇൻഡിവിജ്വൽ പോൾ അല്ലെങ്കിൽ മോണോപോൾ ഉണ്ടാവില്ല. ഇല്ലാത്ത പോളിൻ്റെ സ്ട്രെങ്ത് എത്ര വരിക, ഇല്ലാത്ത പോളിൻ്റെ സ്ട്രെങ്ത് 0 ആണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും, സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 0. സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം. ക്ലിയർ ആയില്ലേ? സംശയമില്ലല്ലോ. ഈ മാഗ്നറ്റ് താഴെ വീഴ്ത്തുക എന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്കറിയാണ്ടൊരു ഡൗട്ട് വരികയാണ്. ഒരു മാഗ്നറ്റിനെ നമ്മൾ കെട്ടിത്തൂക്കുകയാണ്, ഒരു മാഗ്നറ്റിനെ ഒരു സ്ട്രിങ്ങിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കുകയാണ്. ആ സർ, ഞങ്ങൾക്കറിയാം അത് നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ വന്ന് നിൽക്കും അല്ലേ. ഒരു മാഗ്നറ്റിനെ കെട്ടിത്തൂക്കുമ്പോൾ അതെങ്ങനെ പോയി നിൽക്കും, നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ പോയി നിൽക്കും. ഉറപ്പാണല്ലോ, സംശയമില്ലല്ലോ. ഞാൻ ഈ പെന്നിനെയാണ് കെട്ടിത്തൂക്കണ വിചാരിക്കുക, അത് ഏത് ഡിറക്ഷനിലായിരിക്കും പോയി നിൽക്കുക? ഒരു ഗ്യാരണ്ടി ഇല്ല സർ, ഏത് ഡയറക്ഷനിലും പോയി നിൽക്കാം, നോ ഡൗട്ട്. ഈ പെന്നിനെ നമ്മൾ കെട്ടിത്തൂക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ അലൈൻ ഇൻ എനി ഡിറക്ഷൻ. ഓക്കെ, ഈ പെന്നിനെ കെട്ടിത്തൂക്കിയാൽ അത് അതിന് തോന്നിയ ഡയറക്ഷനിൽ നിൽക്കുമെങ്കിൽ ഒരു മാഗ്നറ്റിനെ കെട്ടിത്തൂക്കിയാൽ അതെപ്പോഴും ചെന്ന് നിൽക്കുക നോർത്ത് സൗത്ത് ഡിറക്ഷനിലാണ്. അതെന്ത് ഈ മാഗ്നറ്റ് മാത്രം നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ പോയി നിൽക്കണേ? ഭൂമിക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് സർ, അതുകൊണ്ടാണ് അല്ലേ. മടിച്ച് നമ്മൾ പറയുന്ന ഉത്തരമാണത്. ഭൂമിക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് സർ, അതുകൊണ്ടാണ്. സംശയമില്ല, ഭൂമിക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ ടോപ്പിക്കാണ് ആക്ച്വലി നമ്മളുടെ അടുത്ത വീഡിയോ.
ഓക്കെ, ടെറസ്ട്രിയൽ മാഗ്നറ്റിസം ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത വീഡിയോ വരുന്നത്. ഞാൻ ഈ ചോദ്യം ഇവിടെ ചോദിച്ചത് അടുത്ത വീഡിയോ വരുന്നതിന് മുന്നേ നിങ്ങൾ ആലോചിച്ചിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഭൂമിക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഒരു സംശയമില്ല. എന്തുകൊണ്ടായിരിക്കാം ഭൂമിക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായേ? വാട്ട് ഈസ് എ റീസൺ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത്? നമ്മൾ അവിടുന്ന് തുടങ്ങിയ മഗ്നീഷ്യയിൽ ആട്ടിടയന്മാർ പാറയിലൂടെ നടന്നു പോയപ്പോൾ പാറയുടെ മുകളിൽ അവരുടെ ഷൂ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അയൺ കണ്ടന്റ് കൂടിയ കല്ല് മഗ്നീഷ്യ എന്ന് കിട്ടി, അതുകൊണ്ട് അതിന് പേര് കൊടുത്തു മാഗ്നറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയത്. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത്? ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിന് കാരണം എന്താണ്? ഐഡിയ ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മൾ അടുത്ത വീഡിയോൻ്റെ മുന്നേ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ അടുത്ത വീഡിയോ ആവുമ്പോഴേക്കും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കും എന്ന പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.